ഇവിടെ ഇപ്പം ഉപയോഗിച്ച പോസ്റ്റ് ട്രൂത്ത് എന്ന വാക്ക് 2016 ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്ത വാക്കാണ്. ഈ വർഷത്തെ വാക്കായി ഓക്സ്ഫോർഡ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബ്രെയിൻ റോട്ട് എന്ന വാക്കാണ്. അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് നിരന്തരമായ ഡിജിറ്റൽ ഓൺലൈൻ കൺസംഷനിലൂടെ മനസ്സുകൾക്ക് വരുന്ന നിലവാര തകർച്ചയെ സൂചിപ്പിക്കാനാണ് ഈ ബ്രെയിൻ റോട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പോസ്റ്റ് ട്രൂത്തിൽ നിന്ന് ബ്രെയിൻ റോട്ടിലേക്കുള്ള ദൂരം ഈ 8 വർഷം എടുത്താൽ തന്നെ നമ്മുടെ വാർത്താ ഉപഭോഗത്തിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. കാണികളുടെ, വായനക്കാരുടെ, ഉപഭോക്താക്കളുടെ കൺസംഷൻ ശീലങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അല്ല, ഉപയോക്താക്കൾ എന്നാണ് നമ്മൾ വാർത്ത നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്ന ആളുകൾ പറയാം. ആ മാറ്റം, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് കാലത്തെ മാറ്റം കൂടി അനലൈസ് ചെയ്താലേ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇവിടെ ഇപ്പോൾ ഫേക്ക് ന്യൂസിൻ്റെ, മിസ്ഇൻഫോർമേഷൻ്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചു. മിസ്ഇൻഫോർമേഷൻ എന്നുള്ളതിനേക്കാൾ ഡിസ്ഇൻഫോർമേഷൻ എന്ന വാക്കാണ് ഇപ്പോൾ കൂടുതൽ ഈ പോസ്റ്റ് ട്രൂത്തുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെടുന്നത്. മിസ്ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം തെറ്റിപ്പോകുന്നതാണ്. ഒരുപക്ഷെ ഒരു വാർത്തയിൽ ഞാനൊരു തെറ്റായ കാര്യം നിങ്ങളോട് പറഞ്ഞേക്കാം. അത് തെറ്റായ ഒരു വിവരം റിസീവ് ചെയ്യുന്നതിൻ്റെ ഫലമായി അല്ലെങ്കിൽ നമ്മുടെ വസ്തുതാപരമായ ഒരു പിശക് വന്നതിൻ്റെ പേരിലാണ്. അത് സംഭവിക്കാവുന്നതാണ്. മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റാം. അങ്ങനെ മനുഷ്യന്മാർക്ക് തെറ്റുന്ന തെറ്റിന്റെ ഭാഗമായിട്ടാണ് മിസ്ഇൻഫർമേഷൻ ഉണ്ടാവുക. അത് കറക്റ്റ് ചെയ്യാനും പറ്റും. നേരത്തെ പറഞ്ഞ കാര്യം തെറ്റിപ്പോയി, പിശകാണെന്ന് പറഞ്ഞാൽ ആ മിസ്ഇൻഫർമേഷൻ അവിടെ കറക്റ്റ് ചെയ്തു. ഡിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായി വേണം എന്ന് വിചാരിച്ച് സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന വളരെ ആസൂത്രിത സ്വഭാവമുള്ള ഒരു നറേറ്റീവാണ്. ആ ഡിസ്ഇൻഫർമേഷൻ കൊണ്ട് ഒരു രാജ്യത്തെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ പറ്റും. വലിയ വലിയ കാര്യം എന്ന് പറയുമ്പോൾ ഭരണകൂടങ്ങളെ നിലനിർത്താനോ മാറ്റാനോ ഒക്കെ പറ്റും. ഇപ്പോൾ നോക്കൂ, ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റായി. എന്തായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ മുദ്രാവാക്യം? നമുക്ക് അമേരിക്കയെ വീണ്ടും മഹത്തായ ഒരു രാജ്യമാക്കണം, അമേരിക്കയുടെ ഗ്രേറ്റ്നെസ് തിരികെ പിടിക്കണം എന്നുള്ളതായിരുന്നു ട്രംപിന്റെ മുദ്രാവാക്യം. ഈ അടുത്ത് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ യുവാൽ നോഹ ഹരാരി പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിപ്പോൾ സാമ്പത്തിക വളർച്ചയിൽ ഏറ്റവും മികച്ച നിലയിൽ, അതായത് ചൈനയും യൂറോപ്പും ഒക്കെ ഒരു സ്ലഗ്ഗിഷ് വളർച്ച കാണിക്കുമ്പോൾ ഏറ്റവും മികച്ച നിലയിൽ സാമ്പത്തിക വളർച്ചയുള്ള രാജ്യം അമേരിക്കയാണ്. അമേരിക്കയുടെ മിലിറ്ററിക്ക് തന്നെയാണ് ആഗോളതലത്തിൽ സുപ്രീമസി. ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇപ്പോൾ AI ആണല്ലോ ലോകം ഭരിക്കുന്നത്. AI സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അമേരിക്കൻ കമ്പനികൾക്കാണ് ലോകത്തെ മേധാവിത്വം. മെറ്റ അമേരിക്കൻ കമ്പനിയാണ്. എല്ലാ വലിയ ടെക്നോളജിക്കൽ കമ്പനികളും അമേരിക്കൻ കമ്പനികളാണ്. അപ്പോൾ ലോക മേധാവിത്വത്തിന്റെ കാര്യത്തിൽ, ഗ്രേറ്റ്നെസിന്റെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. പക്ഷേ ജനങ്ങളോട് അമേരിക്കയെ നമുക്ക് വീണ്ടും ഗ്രേറ്റ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വോട്ട് പിടിച്ച് ജയിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ജനങ്ങൾ നമ്മൾ കുഴപ്പത്തിലാണ് എന്നൊരു ചിന്ത അവരിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. ജനങ്ങളെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഇവിടെ ഹിന്ദുക്കൾ അപകടത്തിലാണ് എന്ന് തോന്നിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ പല കാര്യങ്ങൾ തോന്നിപ്പിക്കാൻ കഴിയും. ഈ തോന്നിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡിസ്ഇൻഫർമേഷൻ വഴി സാധ്യമാക്കുന്നത്. അത് മിസ്ഇൻഫർമേഷൻ അല്ല, അത് പുതിയ ഇൻഫർമേഷൻ ഇക്കോസിസ്റ്റത്തിന്റെ പുതിയ ക്രമം അങ്ങനെയാണ്. അത് നിസ്സാരമായി ഒരു സിനിമ വിജയിപ്പിക്കാൻ, ഒരു സിനിമ മൾട്ടി ക്രോർ കളക്ടിങ് സിനിമയാക്കി മാറ്റാൻ, ഒരു ബ്രാൻഡിനെ പുഷ് ചെയ്യാൻ, ഒരു വ്യക്തിയെ പുഷ് ചെയ്യാൻ, തൊട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പുഷ് ചെയ്യാൻ, ഭരണാധികാരികളെ വാഴിക്കാൻ, വീഴിക്കാൻ ഒക്കെ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ കൊണ്ട് പറ്റും. പക്ഷേ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷന്റെ ഇപ്പൊ പറഞ്ഞ മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ എറയിലെ മുഖ്യ ആയുധം എന്ന് പറയുന്നത് ടെലിവിഷനോ പത്രമോ ഒന്നുമല്ല. അമേരിക്കയിലെ ഫോക്സ് ഒഴികെയുള്ള എല്ലാ ടെലിവിഷൻ ചാനലിലും ട്രംപിനെതിരായിരുന്നു. അവിടുത്തെ പ്രഖ്യാതമായ പത്രങ്ങൾ, ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള പത്രങ്ങളെല്ലാവരും ട്രംപിനെതിരായിരുന്നു. അതുകൊണ്ട് ട്രംപ് ജയിച്ചില്ല. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ കൃത്യമായി ക്യൂറേറ്റ് ചെയ്യുന്ന, വളരെ ആസൂത്രിതമായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് നറേറ്റീവുകൾ സൃഷ്ടിക്കുന്നത്. അതിന് അനായാസം പറ്റും. അതിന് പത്രത്തിൻ്റെയോ ടെലിവിഷൻ്റെയോ ഒന്നും ആവശ്യമില്ല. പണ്ട് ഞാൻ ജേർണലിസം പഠിക്കുന്ന കാലത്ത് പത്രങ്ങളുടെ, മാധ്യമങ്ങളുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ അഭിപ്രായ രൂപീകരണമാണ്. ഇന്നത്തെ കാലത്ത് അഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങൾക്കും ടെലിവിഷനും വഹിക്കാൻ കഴിയുന്ന പങ്ക് കുറവാണ്. അഭിപ്രായ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണ്. അത് പുതിയ കാലഘട്ടത്തിന്റെ സ്വഭാവമാണ്. പക്ഷെ ആ സാമൂഹ്യ മാധ്യമങ്ങളെ ആരാണ് നിയന്ത്രിക്കുന്നത്? വലിയ വലിയ ടെക് കമ്പനികളുടെ അൽഗോരിതത്തിന് ഒരു രാജ്യത്തിന്റെ ഭാവനാശക്തിയെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അഭിപ്രായ രൂപീകരണ ശേഷിയെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു പുതിയ ഇൻഫർമേഷൻ ഇക്കോസിസ്റ്റത്തിൽ നിങ്ങൾ ടെലിവിഷൻ ചാനലുകളെയോ പത്രങ്ങളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ടെലിവിഷനോ പത്രമോ കുറ്റമറ്റതാണ് എന്ന അർത്ഥത്തിലല്ല കേട്ടോ. ഈ കാലഘട്ടത്തിന്റെ എല്ലാ തരത്തിലുള്ള ജീർണതകളും എല്ലാ രംഗത്തും ഉള്ളതുപോലെ, ഇപ്പൊ രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ ഉള്ളതുപോലെ ഏറിയും കുറഞ്ഞുമൊക്കെ മാധ്യമ രംഗത്തുണ്ട്. മാധ്യമങ്ങൾ വലിയ തോതിൽ
ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചത് റേറ്റിംഗ് എന്ന വാക്കുകൂടെ പ്രയോഗിച്ചുള്ളൂ. ഇങ്ങനെ പല കാര്യങ്ങൾ, സബ്സ്ക്രിപ്ഷൻ, റേറ്റിംഗ്, സർക്കുലേഷൻ, ഇതൊക്കെ ഹിറ്റ്, ഇതൊക്കെ മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കൺസേൺ ആണ്. പക്ഷേ എൻ്റെ പോയിന്റ് ഇവിടെ ഒരു ഡിസ്ഇൻഫർമേഷൻ ഇക്കോസിസ്റ്റം ആധാരമാക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളെ അല്ല, മറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളെയാണ്. നിങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഈ ഫോണിനെയാണ്. ഈ ഫോൺ നിങ്ങൾ അറിയാതെ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്, നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ നിയന്ത്രിക്കുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകളെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഫോൺ എന്ന് പറയുന്ന ടെക്നോളജിക്കൽ ഉപകരണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതുവഴി വരുന്ന കണ്ടന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് എങ്ങനെ നിർമ്മിക്കുന്നു, ആര് നിർമ്മിക്കുന്നു, ആർക്ക് വേണ്ടി നിർമ്മിക്കുന്നു, ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പുതിയ ഇൻഫർമേഷൻ ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഇത്തരുണത്തിൽ കൃത്യമായ ഒരാളുടെ അജണ്ടയ്ക്കനുസരിച്ച് ക്യൂറേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അതിനുള്ള എല്ലാ തരത്തിലുള്ള പാകപ്പെടലിനും വിധേയമാകാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് രാജ്യത്ത് അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നതും ആ അഭിപ്രായങ്ങൾക്ക് വലിയ ആൾക്കൂട്ടത്തെ ഉണ്ടാവുന്നതും. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ചാനലുകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചാനൽ ചർച്ചകൾ തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ സംഭാഷണ വിധേയമായി. അപ്പോൾ 2008 ഞാൻ ആദ്യമായിട്ടൊരു ടെലിവിഷൻ ചാനൽ ചർച്ച ആങ്കർ ചെയ്യുന്നത്. ഇപ്പോൾ 2024 2004 മലയാളത്തിൽ ഈ ചർച്ച ടെലിവിഷൻ തുടങ്ങുന്നത്, ഇന്ത്യ വിഷന്റെ തുടക്കത്തോടുകൂടി. അപ്പോൾ ആദ്യകാലത്ത് ഇവിടെ ശ്രീ വടക്കൻജിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു ചർച്ച എന്നുള്ളതിനെ അതിൻ്റെ സമഗ്രതയിലായിരുന്നു ആളുകൾ കണ്ടിരുന്നത്. ഈ ഇൻഫർമേഷൻ ടെക്നോളജി വിപ്ലവം സ്വാഭാവികമായും എല്ലാ രംഗത്തും ഉണ്ട്. 2016 വലിയൊരു വിപ്ലവം സംഭവിച്ചു. റിലയൻസിന്റെ ജിയോ റോൾ ഔട്ട് ചെയ്തതോടുകൂടി നമുക്ക് ഡേറ്റ വളരെ ചീപ്പായി. ഒന്ന് മൊബൈൽ ഫോണിലേക്ക് ഇന്റർനെറ്റ് വന്നു തുടങ്ങി. 2011-12 കാലത്താണ് മൊബൈൽ ഫോണിലേക്ക് ഇന്റർനെറ്റ് വ്യാപകമായി വരുന്നത്. സ്മാർട്ട് ഫോണുകൾ എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങി. ഒപ്പം നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ നിലയിൽ ഡേറ്റ ഉപയോഗിക്കാം എന്ന് വരുന്നതോടുകൂടി നമുക്ക് എല്ലാ തരത്തിലുള്ള വാർത്താ ഉപഭോഗവും ഫോണിൽ എന്നുള്ള നിലയിലേക്ക് വന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പണ്ടൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് നിങ്ങൾ ജനശതാബ്ദി എക്സ്പ്രസിൽ കയറി ചുറ്റും നോക്കിയാൽ എല്ലാവരും പത്രങ്ങളിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നത് കാണാം. ഇന്ന് ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന ആളുകളെ കാണാം. പത്രം എവിടെ നിങ്ങൾ കാണുന്നില്ലല്ലോ. എല്ലാ തരത്തിലും വായിക്കാനോ കാണാനോ കേൾക്കാനോ ഒക്കെ ഫോൺ വഴി നടക്കും. അപ്പൊ പുതിയ ഈ കാലഘട്ടത്തിൽ വന്ന ഈ പറഞ്ഞ വാർത്താ ഉപഭോഗ രീതിയുടെ മാറ്റം സ്വാഭാവികമായും മാധ്യമങ്ങളുടെ കണ്ടന്റിനെയും ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചർച്ചയെയും ബാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്വാഭാവിക പരിണതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ചർച്ചയ്ക്ക് വരുന്ന ഈ പാനലിസ്റ്റുകൾ അവരൊരു ഫോളോവിങ്ങിനെ ഉണ്ടാക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടിയിട്ടുള്ള പഞ്ച് ഡയലോഗുകൾ വളരെ ആസൂത്രിതമായി തയ്യാറെടുപ്പോടുകൂടി അവരും പറഞ്ഞു തുടങ്ങി. അപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മാത്രമല്ല അനുയായികളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഇത് പറന്നു നടക്കും. അതൊക്കെ അവരവരുടെ ബ്രാൻഡിനെ ഉയർത്തുകയും അവരുടെ പാർട്ടികൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പഴയതുപോലെ ഒരു ചർച്ച അതിൻ്റെ ഒരു അക്കാഡമിക് സ്വഭാവത്തിൽ അതിൻ്റെ സമഗ്രതയിലല്ല ആളുകൾ കാണുന്നത്. നിങ്ങളൊരു ചർച്ചാ താരമാകണമെങ്കിൽ നിങ്ങൾ നല്ല പഞ്ച് ലൈനുകൾ പറയുന്ന ആളുകളാകണം എന്നുള്ളത് ഒരു നടപ്പ് രീതിയായി വന്നു. അങ്ങനെയുള്ള മാറ്റം ഈ ചർച്ചാ സംഗതികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം ഇവിടെ ശ്രീ ജോസഫ് വാഴക്കൻ ഇരിക്കുന്നുണ്ട്, അബിൻ വർക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു യുവ കോൺഗ്രസ് പ്രവർത്തകൻ വളരെ ദുഃഖത്തോടുകൂടി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇത്ര സമരത്തിന് പോയിട്ട് ഇത്ര തല്ലുകൊണ്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ചാനൽ ചർച്ചയിൽ വരുന്നവരാണ് സ്റ്റാറുകളാകുന്നത്, അവർക്കാണ് വലിയ വലിയ ഗുണങ്ങൾ കിട്ടുന്നത്, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ തഴയപ്പെടുന്നു, ഞങ്ങളെപ്പോലെയുള്ള ആൾക്കും ജീവിക്കണ്ടേ. നമുക്ക് ഒരു മനുഷ്യൻ ഈ കാലത്ത് സ്വയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണല്ലോ. വെറുതെ ഒരാൾ കസേരയിട്ട് കൊടുക്കലല്ലോ, അല്ലെ നമ്മുടെ സുഹൃത്താണ് എന്നാൽ പിന്നെ ഇദ്ദേഹം നന്നായി പോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലോ. മറിച്ച് ഒരു വ്യക്തി എങ്ങനെയാണോ ഇപ്പോൾ സിനിമയിൽ ഒരു താരം എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഒരു താരം ഉണ്ടാവുകയാണ്. വെറുതെ അല്ല, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസ അല്ല കേട്ടോ, സ്വയം അവർക്ക് ഫോളോവിങ് ഉണ്ടാവുന്നുണ്ട്. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ഇപ്പോൾ അബിൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, കുറെ ആളുകൾ പറന്ന് ഇപ്പോൾ കൂടെ ഇവിടേക്ക് ഒരുമിച്ചിരിക്കാനൊക്കെ വരുന്നത്. അത് ആളുകൾ ആ നിലയ്ക്ക് സ്വാഭാവികമായും വളർന്നു വരുന്ന ഒരു ഫാൻ ഫോളോവിംഗ് ആണ്. പുതിയ രാഷ്ട്രീയ എക്കോസിസ്റ്റത്തിൽ അക്സെപ്റ്റൻസ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യനായ ആളായി മാറണം. അതുകൊണ്ടാണല്ലോ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000 വോട്ടിന് ജയിക്കുക എന്ന് പറയുന്നത്. അതുപോലെ അത്രയും ടഫായ മത്സരം നടന്ന മണ്ഡലത്തിൽ ഒരു പേഴ്സണൽ കരിസ്മ എന്ന കാര്യം കൂടി ഒരു ഘടകമായിട്ടുണ്ട്. അപ്പോൾ കരിസ്മയുള്ള നേതാക്കൾ ടെലിവിഷൻ വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ഉയർന്നു വരിക എന്നുള്ളത് അത് പുതിയ ഇൻഫർമേഷൻ എക്കോസിസ്റ്റത്തിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു തരത്തിലൊരു മത്സരമാണല്ലോ. അപ്പോൾ ആ മത്സരത്തിൽ മികച്ചു നിൽക്കുന്ന ആളുകൾ, പെർഫോം ചെയ്യുന്ന ആളുകൾ ചെരിഷ് ചെയ്യും, അല്ലാത്ത ആളുകൾ വീഴും എന്നുള്ളതൊരു ലോകക്രമത്തിലെ നീതിയാണ് എന്നുള്ളതാണ് എൻ്റെ വസ്തുത.